ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫൊക്കാഷ്യ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്, നല്ല ഒലീവിൻ്റെയും റോസ്മേരിയുടെയും ഗാർലിക്കിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രെഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 400 ml ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 ഗ്രാമിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് അല്ല, ഡ്രൈ ഈസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതിനെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ആക്ടിവേറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മാവിലേക്ക് ചേർക്കുക. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചിലയോ സ്പൂണോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോർമൽ ബ്രെഡ് ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി പ്രസ് ചെയ്ത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 30 ml ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ തന്നെ ഇതിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒലീവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഒലീവ് ഓയിലും ഈ ഡൗൺ തമ്മിൽ നല്ലവണ്ണം ഒന്ന് യോജിച്ച് വരുന്നത് വരെ കുഴയ്ക്കുക. ഒരു 3-4 മിനിറ്റ് കുഴച്ചാൽ മതിയാവും. ഇനി ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവലോ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്തതിന് ശേഷം അല്പം ചൂടുള്ള സ്ഥലത്തോട്ട് വെക്കുക. ഒരു അരമണിക്കൂർ വെക്കുക. അങ്ങനെ തന്നെ അനക്കാതെ വെക്കുക. ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി കൈകൊണ്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് വലിച്ച് കുഴച്ചു കൊടുക്കുക. ഈ ഡോ വന്നിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അല്പം വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കുഴച്ചു കൊടുക്കുക. അല്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഡോ ഇരിക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തിട്ട് മാവ് പൊങ്ങാനായിട്ട് വെക്കുക. ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലെടുക്കും. നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോ പൊങ്ങി വരും. എനിക്കിവിടെ 1-1.25 മണിക്കൂർ കൊണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളത്തിലോട്ട് കൈ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാവിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ച് കുഴച്ച് വെക്കുക. നല്ലോണം ഇടിച്ച് കുഴയ്ക്കാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ടിൻ എടുക്കുക. അല്പം പരന്നിട്ടുള്ള ഒരു ടിൻ എടുക്കുക. അതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ.
ഇതിലേക്ക് നമുക്ക് ഈ ഡോ വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് പ്രസ് ചെയ്ത് തന്നെ 4 വശത്തും ഈവനായിട്ട് വരുന്നത് പോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതിനെ അടച്ച് ഒരു അരമണിക്കൂർ നേരം മാവൊന്ന് പൊങ്ങി വരാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 8 തള്ളി വെളുത്തുള്ളി ക്ലീൻ ആക്കിയതിന് ശേഷം മുഴുവനോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്മേരി ഫ്രഷ് ആയിട്ടുള്ളതില്ല എങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരിയോ ഓറിഗാനയോ ഇറ്റാലിയൻ ഹെർബ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഒലിവ് ഓയിൽ റോസ്റ്റ് ചെയ്തെടുത്ത ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് ചേർക്കുന്ന സമയത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഹെർബ്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച ആ ഒലിവ് ഓയിൽ ഇതിന്റെ മുകളിലേട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓയിലെല്ലാം ഈ മാവിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇത് ബേക്ക് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ മുകളിലേക്ക് ബട്ടറും ഗാർലിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന അവനിൽ വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 തൊട്ട് 25 മിനിറ്റ് കൊണ്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചൂടനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരാം. അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. മുകൾ ഭാഗം നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ ഇത് നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാം. നല്ല ഗോൾഡൻ നിറമായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഒലിവ് ഓയിലിൻ്റെയും റോസ്മേരിയുടെയും ഗാർലിക്കിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവറാണ് ഈ ബ്രെഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ലൊരു മണമൊക്കെയുള്ള ഒരു ഫൊക്കാഷ്യ ബ്രെഡാണ് നമുക്ക് ഇവിടെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം.